ആരോഗ്യം അമൂല്യം. അമീബിക് മസ്തിഷ്ക ജ്വരം, ചികിത്സയും പ്രതിരോധവും. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട്ടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം കെ. പണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കേ വേണ്ട എന്നുള്ളതാണ്. അതിപ്പം കുളം വൃത്തിയുള്ളതാണെങ്കിൽ പോലും മുങ്ങി കുളിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് അടിയിലെ ചളിയൊക്കെ അടിച്ച് കലക്കിയാണെങ്കിൽ സാധ്യത കുറച്ച് കൂടുതലാണ്. മൃഗങ്ങളെ കുളിപ്പിക്കുന്ന കുളം അതിലും മുങ്ങണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ വീട്ടുകിണറിലും ഈ അമീബയെ കാണാനുണ്ട്, പിന്നെ കുളങ്ങളിൽ കണ്ടിട്ടുണ്ട്, പുഴകളിൽ ഇതുവരെ വേർതിരിച്ചെടുത്തിട്ടില്ല. ഈ കാരണം കൊണ്ട് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മുങ്ങിക്കുളി നല്ല വൃത്തിയുള്ള കിണറ്റിലായാലും സ്വിമ്മിംഗ് പൂളിലായാൽ പോലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങണ്ട, ഡൈവ് ചെയ്യേണ്ട എന്നാണ് തൽക്കാലം നമ്മൾ ഒരു പഠനങ്ങൾ പൂർത്തിയാകുന്നവരെ ഒരു 2 ആഴ്ച എനിക്ക് തോന്നുന്നു ഈ ഓണക്കാലത്തും മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടുക, സ്വിമ്മിംഗ് പൂൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കുളം തീർത്ത് ഒഴിവാക്കണം, അതിൽ മുങ്ങി കുളിക്കുക വേണ്ട. വേറൊരു കാര്യം, മൂക്ക് വഴിക്കും ചെവി വഴിക്കാണ് കയറാൻ സാധ്യത കൂടുതൽ. മൂക്കിൽ അനാവശ്യമായിട്ട് വെള്ളം കയറ്റി വൃത്തിയാക്കുന്നു വേണ്ട. അപ്പം നമ്മൾ കണ്ണിൽ വെള്ളം അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഉപദേശിക്കാറുണ്ട്. കണ്ണ് തുടരുതെന്ന് പറയും. വെള്ളം ഇങ്ങനെ ജസ്റ്റ് എറിയുന്ന പോലെ ഫോഴ്സില്ല, അധികം ശക്തിയില്ലാതെ എറിഞ്ഞ് വൃത്തിയാക്കാൻ പറയും. മൂക്കിലും അങ്ങോട്ട് വെള്ളം അടിക്കണ്ട. മൂക്കിൻ്റെ ഒരു ഭാഗം അമർത്തി മറ്റേ ഭാഗം ഒന്ന് ചീറ്റുക. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം മറ്റേ ഭാഗം അമർത്തി അടുത്ത ഭാഗം ചീറ്റുക. ഇങ്ങനെ ചെയ്താൽ തന്നെ മൂക്ക് വൃത്തിയാകും. മൂക്കിൽ വിരലിട്ട് തിരിക്കുകയോ വെള്ളം കയറ്റി വൃത്തിയാക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. വിരലിട്ട് തിരിക്കുമ്പോഴുള്ള ചെറിയ അബ്രാഷൻസ് പറയും, ഈ മ്യൂക്കസ് മെംബ്രെയിൻ ശ്ലേഷ്മസ്തരത്തിലുള്ള ചെറിയ വരകൾക്കൊക്കെ അമീബക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മൂക്കിൽ വിരലിട്ടൊന്നും കളിക്കരുത്. മൂക്കിന് സർജറി ചെയ്താലും ചെവി പഴുപ്പുള്ള ആളുകളും മുങ്ങിക്കുളിക്കുകയേ വേണ്ടെന്ന് പറയുന്നു. വെള്ളത്തിൻ്റെ ഹൈജീൻ തന്നെ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട. വെള്ളം അഴുക്ക് വെള്ളത്തിൽ കുളിക്കേണ്ട തൽക്കാലം. നീന്തൽ കുളങ്ങൾ അതുപോലെ ശ്രദ്ധിക്കണം. അത് നീന്തൽ പഠിപ്പിക്കുന്ന കുളങ്ങളായാലും ശരി, അവരോടും ക്ലോറിനേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രം നിറച്ചാൽ മതി, അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഉടനടി സജീവമായിട്ട് നടക്കുന്നൊരു പരിപാടി 30-ാം തീയതി 31-ാം തീയതി ആയിട്ട് ജില്ലയിലെ എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ വളണ്ടിയർ പരിശീലനം ഇന്നും നാളെയായിട്ട് നടക്കും. പിന്നെ അവർ വീട്ടിലെത്തി പിന്നെ ക്ലോറിനേഷൻ വീട്ടുകാരുടെ സഹായത്തോടെ പൂർത്തിയാക്കും. അപ്പോൾ ഒരാഴ്ചക്ക് റിസ്ക് ഇല്ല. പിന്നെ ശരിക്കും ക്ലോറിനേഷൻ റിപ്പീറ്റ് ചെയ്യണമെന്നാണ്. എന്നാലും നമുക്ക് നോക്കാം, രോഗത്തിൻ്റെ സ്ഥിതി നോക്കിയിട്ട് പിന്നീട് തീരുമാനിക്കാം. അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ ഒരു പ്രതിരോധ മാർഗം എന്നുള്ളത് ക്ലോറിനേഷനാണ്. വീട്ടുകെട്ടിൽ കൂടി കാണുന്നതുകൊണ്ട് ഈ രോഗത്തിന് മാത്രമല്ല, മഞ്ഞപ്പിത്തം ഇപ്പം കോഴിക്കോടിൽ 5ഓളം പോക്കറ്റുകളിൽ മഞ്ഞപ്പിത്തം കാണുന്നുണ്ട്. അധികം പച്ചവെള്ളം കുടിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞപ്പിത്തത്തെ നിയന്ത്രിക്കാൻ കൂടി പറ്റുന്നതുകൊണ്ട് ഒരു സജീവമായിട്ട് തന്നെ നമ്മൾ ക്ലോറിനേഷനായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി ആരോഗ്യവകുപ്പ് ഇതിൽ ഇടപെടുന്നു എന്നറിയുന്നത് നമ്മുടെ കേൾക്കുന്നവർക്കൊരു ആശ്വാസമുള്ള കാര്യമാണ്. അനാവശ്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു അസാധാരണ അത്രയും ആളുകളെ ബാധിക്കുന്നില്ല. കരുതലെടുക്കാമെന്ന് അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് പലപ്പോഴും കാണാം, നമ്മൾ ഉത്സവാഘോഷങ്ങളിൽ ഒരു മെഡിക്കൽ കമ്മിറ്റി വേണം, അല്ലെങ്കിൽ കലാപരിപാടികൾക്കിടയിൽ പിന്നെ ഓണാഘോഷത്തിന് ഒരു മെഡിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മളെ ബന്ധപ്പെടുന്നതാണ്. നമ്മളെപ്പോഴും അങ്ങനെ രോഗത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നത്. മതിയായ കരുതലുകളെടുക്കുക, അതിൻ്റെ സമാധാനമായിട്ടിരിക്കുക. അമീബിക് മസ്തിഷ്ക ജ്വരം, ചികിത്സയും പ്രതിരോധവും വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട്ടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം കെ.